ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ ഒരു ചോദ്യം ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു കുട്ടി അറിയേണ്ട കീ കോൺസെപ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ചില സമയത്ത് അവർ വെലോസിറ്റിന്റെ ഡയറക്ഷൻ ചോദിക്കും, ചിലപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും, ചില സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ റിലേഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ക്രോസ് ബി ആണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവില് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ക്രോസ് ബി. ഇനി ക്രോസ് പ്രോഡക്റ്റ് മറന്നുപോയവരുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എന്നാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇതേപോലെ എഴുതിയാൽ മതി I J K. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് I ക്രോസ് J വേണം. അപ്പൊ എന്താണ് I ക്രോസ് J? ഇവിടെ ഉള്ളത് K ക്യാപ്പ് ആണ്. ഇനി തിരിച്ചു പറയുകയാണെങ്കിലോ J ക്രോസ് I ആണെങ്കിലോ നമ്മൾ തിരിഞ്ഞല്ലേ പറഞ്ഞത്, അപ്പൊ നിങ്ങൾ മൈനസ് K ക്യാപ്പ് എന്ന് വിളിക്കണം. J ക്രോസ് K എന്താ വരുന്നുണ്ടാവുക? I ക്യാപ്പ്. ഇനി നേരെ തിരിഞ്ഞു പറയുകയാണെങ്കിലോ K ക്രോസ് J ആണെങ്കിലോ മൈനസ് I ക്യാപ്പ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ക്രോസ് പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, C ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ B0. ഇതും ഇതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. സി എന്ന് പറയുമ്പോൾ സ്പീഡാണ്. ഒരു വാക്വത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ സി തന്നെയല്ലേ. E0 എന്ന് പറയുമ്പോൾ അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ, B0 എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ. അപ്പൊ ചിലപ്പോൾ അവർ ഇലക്ട്രിക് ഫീൽഡ് തരും, എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ചോദിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് തരും, ഇലക്ട്രിക് ഫീൽഡ് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് മൂവിംഗ് ഇൻ ഫ്രീ സ്പേസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 3 × 10⁸ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ. അപ്പൊ ഇവർ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ് വേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ പീക്ക് വാല്യൂ എത്രയാണ് നോക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 54 ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ അവർ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. സോ വി നോ ദാറ്റ് C ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ B0 അല്ലേ. എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് അല്ല വേണ്ടത്. therefore B0 ഈസ് ഈക്വൽ ടു E0 upon C ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ ക്വസ്റ്റ്യൻ 54 തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ C, സിയുടെ വാല്യൂ എത്രയാണ്? 3 × 10⁸ ആണ് അല്ലേ. 3 × 10⁸. സോ 54 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 അല്ലേ വരുന്നുണ്ടാവുക. 54 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 18. 10⁸ മുകളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? -8. ഓപ്ഷൻസിലൊക്കെ 1.8 ആണ്. അപ്പോൾ 1.8 × 10⁻⁻7 എന്ന് എഴുതാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതും തെറ്റാണ്. ഒന്നെങ്കിൽ ഓപ്ഷൻ 1 അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് എന്ത് വേണമെന്നറിയോ? ഇവരുടെ ഡയറക്ഷൻ നോക്കണം. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതിൽ അവരെന്താ എഴുതിയിട്ടുള്ളത്? -I ക്യാപ്പ് ആണ്. ഇതെന്താ എഴുതിയിട്ടുള്ളത്? +I ക്യാപ്പ് ആണ്. അപ്പൊ ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നറിയോ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു E ക്രോസ് ബി ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു E ക്രോസ് ബി. അപ്പോൾ ഈ ഒരു ടൂളിന്റെ സഹായത്തോടെ നമുക്ക് വളരെ എളുപ്പത്തിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇതില് വെലോസിറ്റി അല്ലേ, വെലോസിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി അവർ എഴുതിയിട്ടുണ്ട് J ക്യാപ്പ്. കണ്ടോ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓൾറെഡി അവർ ഡയറക്ട്ലി മാർക്ക് ചെയ്തിട്ടുണ്ട് J ക്യാപ്പ്. അപ്പൊ നമുക്ക് അതിൽ ഡൗട്ട് ഇല്ല. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? J ക്യാപ്പ് ആണ്. ഓക്കെ, ക്രോസ്. എനിക്ക് വേണ്ടത് ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇനി വെലോസിറ്റി ആണ്. നമ്മൾ വേവിൽ പഠിക്കാറുണ്ട് ഒരു കാര്യം, പിന്നെ ഇപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇത് Z അല്ലേ, അതിന്റെ അർത്ഥം വെലോസിറ്റിന്റെ ഡയറക്ഷൻ Z ആണ്. ഇവിടെ മൈനസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് ആലോചിക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. അതായത് ഒരു വേവിന്റെ ഇക്വേഷന്റെ ഉള്ളിൽ ഇപ്പൊ മൈനസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ ഓപ്പോസിറ്റ് ആലോചിക്കുക. ഒരു ട്രിക്ക് ആണ് അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം ഈ വേവ് എങ്ങോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് Z ഡയറക്ഷൻ ആണ്. ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിലോ നെഗറ്റീവ്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, നെഗറ്റീവ് Z ഡയറക്ഷൻ. ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിലോ ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് പോസിറ്റീവ് X ഡയറക്ഷൻ. അപ്പൊ ഇവിടെ എന്താണ്? പോസിറ്റീവ് Z ഡയറക്ഷൻ ആണ്. മൈനസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് ആലോചിക്കുക കേട്ടോ. അതുകൊണ്ട് വെലോസിറ്റിന്റെ ഡയറക്ഷൻ എന്താണ്? പോസിറ്റീവ് Z ഡയറക്ഷൻ ആണ് K ക്യാപ്പ്. അപ്പൊ ഇനി എളുപ്പല്ലേ, ജെനെ ഏതൊരു യൂണിറ്റ് വെക്ടർ കൊണ്ട് ക്രോസ് ചെയ്തപ്പോൾ K ക്യാപ്പ് കിട്ടി. ആ യൂണിറ്റ് വെക്ടർ ഏതാ നോക്കിയാൽ പോരെ. അപ്പൊ ഇവിടെ നോക്കാം, J ക്രോസ് ആരാണ് K ക്യാപ്പ് എന്നാണ് എനിക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഫിഗറിൽ നോക്കൂ, J ക്രോസ് നോക്ക്. J ക്രോസ് I എന്താണ്? -K ക്യാപ്പ് അല്ലേ, ശരിയല്ലേ? കാരണം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ വായിച്ചത്. അതുകൊണ്ട് J ക്രോസ് I എന്താണ്? -K ക്യാപ്പ്.
അപ്പം ഞാനിവിടെ എന്ത് എഴുതാൻ പോകണം, നമുക്ക് ഇതല്ലേ വേണ്ടത്. ഞാനിവിടെ ഐ ക്യാപ്പ് എന്ന് എഴുതാം കേട്ടോ. അപ്പം ഞാനിവിടെ ഐ ക്യാപ്പ് എന്ന് എഴുതി. അങ്ങനെ ഞാനിവിടെ ഐ ക്യാപ്പ് എന്ന് എഴുതിയാൽ ആൻസർ തെറ്റല്ലേ? കാരണം ജെ ക്രോസ് ഐ എന്താ വേണ്ടത്, മൈനസ് കെ ക്യാപ്പ് അല്ലേ. നിങ്ങളിവിടെ ഐ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റാണ്. കാരണം ജെ ക്രോസ് ഐ എന്താണ്, മൈനസ് കെ ക്യാപ്പ് ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ മൈനസ് ഇല്ല, അപ്പൊ അത് ഒഴിവാക്കാൻ നിങ്ങൾ ഒരു മൈനസ് കൊടുത്താൽ മതി. ഇപ്പൊ കറക്റ്റായി. ജെ ക്രോസ് ഐ എന്താണ്, മൈനസ് ആണ്, മൈനസ് കെ ക്യാപ്പ്. അപ്പൊ ജെ ക്രോസ് മൈനസ് എന്തായി, ആ മൈനസ് കൂടി പ്ലസ് ആയി, പ്ലസ് കെ ക്യാപ്പ് ആണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിനിൽ പഠിക്കുന്ന വെക്ടറിന്റെ ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മൈനസ് ഐ ക്യാപ്പ് ആണ്. സോ മൈനസ് ഐ ക്യാപ്പ്. അപ്പൊ 2 ഓപ്ഷൻസിൽ മാത്രമേ നമുക്ക് ഡൗട്ട് ഉള്ളായിരുന്നു. ആ ഓപ്ഷൻ നമ്മൾ വെരിഫൈ ചെയ്തു. ദെയർഫോർ ഓപ്ഷൻ 1 ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം.